ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒലിബോർഡ് ഈ വീക്ക് മാർച്ച് 2 ആൻഡ് 3 കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. ഒരു സർക്കുലർ സ്പിയർ ഉണ്ട്. സർക്കുലർ സ്പിയർ അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അത് റൈറ്റ് സർക്കുലർ കോൺസ് ആയിട്ട് ഫോം ചെയ്യുന്നു. അത് എത്ര കോൺസ് ഫോം ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. സോ n നമ്പർ ഓഫ് കോൺസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കോണിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 പൈ r സ്ക്വയർ. അപ്പൊ r ന് പകരം 84/10 മൾട്ടിപ്ലൈഡ് വിത്ത് 84/10. ഹൈറ്റ് എത്ര വരും? 5 വരും. നെക്സ്റ്റ് നമുക്കറിയാം സ്പിയറിന്റെ വോളിയം 4/3 പൈ r ക്യൂബ്, അതായത് 21 ദ ഹോൾ ക്യൂബ് എന്ന് വരും. സോ അതിൽ നമ്മൾ 3 ക്യാൻസൽ ചെയ്യുന്നു, പൈ ക്യാൻസൽ ചെയ്യുന്നു. സോ നമ്മൾ n എന്ന് പറയുന്നത് 21 മൾട്ടിപ്ലൈഡ് വിത്ത് 21 മൾട്ടിപ്ലൈ വിത്ത് 21, പിന്നെ ഒരു 100 ഉണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 4 ഉണ്ട് അല്ലേ, ഡിവൈഡഡ് ബൈ 84 മൾട്ടിപ്ലൈഡ് വിത്ത് 5. സോ ഇത് വരും 4 വരും, ഇവിടെ 4 വരും, പിന്നെ ഇവിടെ 20 വരും, 5 വരും, 4 ക്യാൻസൽ. സോ എത്ര വരും? 21 into 5 വരും, 104. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. Bisector of angle A in triangle ABC meets BC at D. സോ നമ്മൾ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുന്നു. അതിൽ ആംഗിൾ എയുടെ ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത് BC എന്ന് പറയുന്ന സൈഡിനെ D എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. AB തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ, അതുപോലെ AC 15 സെന്റിമീറ്റർ, BC എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസിയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിനെ ഏത് രീതിയിലാണ് പ്രൊപ്പോർഷണലി ആയിട്ട്, അതായത് ആ സൈഡ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? കട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ഇവിടെ BD ഈസ് ടു DC എന്ന് പറയുന്നത് ഏത് റേഷ്യോയിലായിരിക്കും? 12:15 എന്ന റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്, അതായത് 4:5 എന്ന റേഷ്യോ. നമുക്ക് വേണ്ടത് CD-യുടെ ലെങ്ത് ആണ്, അല്ലെ DC-യുടെ ലെങ്ത് ആണ്. എന്ന് പറയുന്നത് 5/9 മൾട്ടിപ്ലൈഡ് വിത്ത് 18 ആണ്, അതായത് 10 സെന്റിമീറ്റർ ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. അനിൽ സ്കൂട്ടർ ഡ്രൈവ് ചെയ്തു. ഒരു 8:30 PM ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു A എന്ന പോയിന്റിൽ നിന്നും B എന്ന പോയിന്റിലോട്ട്. സോ ആദ്യത്തെ ആ ട്രിപ്പിന്റെ ഹാഫ് ഡിസ്റ്റൻസ് 54 km/h ഡ്രൈവ് ചെയ്യുന്നു. പിന്നീട് ബാക്കിയുള്ളതിന്റെ 1/3, ശ്രദ്ധിക്കണം ആ പോയിന്റ്, 1/3 ഓഫ് ദ ഡിസ്റ്റൻസ് എന്നല്ല, 1/3 ഓഫ് ദ റിമൈനിങ് ഡിസ്റ്റൻസ്, അതായത് ഹാഫ് ഡിസ്റ്റൻസ് യാത്ര ചെയ്തിട്ട് അതിന്റെ ബാക്കിയുള്ളതിന്റെ 1/3 ആണ് പറയുന്നത്. സോ അത് 45 km/h ട്രാവൽ ചെയ്യുന്നു. നെക്സ്റ്റ് ബാക്കിയുള്ളത് 40 km/h. ബി എന്ന പോയിന്റിൽ അനിൽ എത്തുന്നത് 9:39, അതായത് 9 hours 39 minutes എത്തുന്നത്. അതായത് 8:30 സ്റ്റാർട്ട് ചെയ്തു, 9 hours 39 minutes ബിയിൽ എത്തുന്നു. തിരിച്ചു പോരുവാണ് ബിയിൽ നിന്നും. അത് 60 km/h യാത്ര ചെയ്യുന്നത്. എ എന്ന പോയിന്റിൽ 11:25 PM, അതായത് 11:25 PM എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ബി എന്ന പോയിന്റിൽ എപ്പോഴാണ്, ഏത് സമയത്താണ് ബി എന്ന പോയിന്റിൽ നിന്നും അനിൽ റിട്ടേൺ ജേർണി സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് ട്രിപ്പ് ഒരു സ്പീഡിൽ, അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാക്കി എത്രയുണ്ട്? ഹാഫ്. ആ ഹാഫിന്റെ 1/3 ഉണ്ട് അല്ലെ, പിന്നെ ബാക്കി എത്ര ഉണ്ടായിരിക്കും? നെക്സ്റ്റ് വരുവാണ് ഈ ഹാഫിന്റെ തന്നെ 2/3. സോ എത്ര വരും? 1/2. അതുപോലെ തന്നെ 1/6 വരും. സോ ഇവിടെ വരുവാണ് 1/3 വരും അല്ലെ. സോ ഇതിന്റെ LCM നമ്മൾ കൺസിഡർ ചെയ്ത് നമുക്കറിയാം 6x എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആ ഡിസ്റ്റൻസിന് 6x എന്നോ 12x എന്നോ നമുക്ക് ആ 6ന്റെ ഏത് മൾട്ടിപ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ ഈ 6x ആ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 8:30 AM ഇവിടെ നിന്ന് തുടങ്ങുന്ന അനിൽ, അതായത് 8:30 PM മുതൽ അവിടെ എത്തുന്നത് 9:39 PM അതാണല്ലോ എത്തുന്നത്. സോ എത്ര സമയം ട്രാവൽ ചെയ്യുന്നുണ്ട്? 1 hour 9 minutes അല്ലെ, 1 hour 9 minutes. അതായത് 1 + 9/60, അതായത് മിനിറ്റിനെ ഞാൻ അവറിലോട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ഇത് 3 വരും, 20 വരും, അതായത് 23/20 hour ആണല്ലോ. സോ ഈ 23/20 എന്ന് പറയുന്നത് ടൈമാണ്. നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. സോ ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഇവിടെ വരുന്നത്? ആദ്യത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സോ ആദ്യത്തെ ഹാഫ് ഡിസ്റ്റൻസിന്റെ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആദ്യത്തെ ഞാനിവിടെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ആദ്യത്തെ നമ്മളോട് പറഞ്ഞത് 6x ആണ് മൊത്തമെങ്കിൽ ആദ്യമേ 3x എടുക്കുന്നു. പിന്നെ എത്രയാണ് ബാക്കിയുള്ളത്? എത്രയാണ് 3xന്റെ പിന്നെ വരുന്ന റിമൈനിങ് വരുവാണെങ്കിൽ x വരും. നെക്സ്റ്റ് വരുവാണ് 4x, ഇവിടെ 2x. സോ ആ 3x ഡിസ്റ്റൻസ് നമ്മൾ ഏത് രീതിയിലാണ് യാത്ര ചെയ്യുന്നത്?
3x ഡിസ്റ്റൻസ് ഏത് സ്പീഡാണ്? 54 ആണ്. x എന്ന് പറയുന്നത് 45 ആണ്. 2x എന്ന് പറയുന്നത് 40 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ x/18 പ്ലസ് x/45 പ്ലസ് x/20 എന്ന് ലഭിക്കും. സോ ലെഫ്റ്റ് സൈഡിൽ 23/20 ഉണ്ടല്ലോ. സോ LCM എന്ന് പറയുന്നത് x/18 45, 18 45 90 വരും. 90 20 വരുമ്പോഴേക്കും എത്ര വരും? 19 20 വരുമ്പോൾ 10 to 18, അപ്പോൾ 180 വരും. സോ 180 നമ്മൾ ഡിനോമിനേറ്റർ എടുത്തു കഴിഞ്ഞാൽ 10x വരും. സോ 4x വരും. സോ 9x വരും. നെക്സ്റ്റിൽ നമുക്ക് 20 20 ക്യാൻസൽ ചെയ്ത് 9 വരാം. സോ ഇവിടെ വരുമ്പോൾ എത്ര വരും? 23 ഈസ് ഈക്വൽ ടു 23x/9 എന്ന് വരും. x ഈക്വൽ ടു 9 കിലോമീറ്റർ എന്ന് വരും. പക്ഷെ ടോട്ടൽ ഡിസ്റ്റൻസ് 9 കിലോമീറ്റർ ആണ്. ബട്ട് ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6x ആണ്. അതായത് 54 കിലോമീറ്റർ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത്രയും വരെ കിട്ടിയില്ല. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് 54 കിലോമീറ്റർ. സോ നെക്സ്റ്റ് പോയിന്റ് 11:25 അവിടെ എത്തുന്നത്. അപ്പോൾ അവിടുത്തെ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 54 കിട്ടി. സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 ആണ്. സോ ഇത് 9 വെച്ച് ചെയ്യുമ്പോൾ 9 വെച്ചല്ല 6 വെച്ച് 9/10 വരും. അതായത് 9/10 അവർ എന്ന് വരും. ഇത് അവർ ആണ്. സോ 9/10 into 60 എന്ന് വരുമ്പോൾ 54 മിനിറ്റ്സ് ആയി. 54 മിനിറ്റ്സ്. സോ 54 മിനിറ്റ്സിൽ എന്താണ് അവിടെ എത്തും. അതാണ് 54 മിനിറ്റ്സ് എന്ന് പറയുന്നതാണ് 11:25. സോ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ 11:25 54 മിനിറ്റ്സ് എന്തായിരിക്കും? പിറകോട്ടായിരിക്കും. അതായിരിക്കും ഏതായിരിക്കും സമയം? 10:31. അറിയാം 10:31 എന്ന് 1 എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 11:31 ആണ് അല്ലേ? സോ അപ്പോഴും നമുക്ക് 1 hour 60 minutes നമുക്ക് വേണ്ട, 6 minutes കുറവ് മതി. അപ്പോൾ എത്രയാണ്? 25 6 31. അപ്പോൾ എത്ര വരും? 10 hours 31. അതായത് 10:31 PM ബി എന്ന പോയിന്റിൽ നിന്ന് മനുവിൽ റിട്ടേൺ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒരു സീക്കൻ XYZ ഡ്രോൺ ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമ്മളൊരു സർക്കുലർ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഒരു സെൻറ്റർ O എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ എക്സ്റ്റേണൽ പോയിന്റ് എക്സിൽ നിന്ന് നമ്മളൊരു സീക്കൻഡ് ഡ്രോ ചെയ്യണം. അപ്പോൾ ഇത് x, ഇത് y, ഇത് z. അതിൽ OX എന്ന് പറയുന്ന പോയിന്റ് OX നമുക്ക് 15 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സെന്റിമീറ്റർ. ഇത്രയും ഭാഗം മൊത്തം XZ എന്ന് പറഞ്ഞാൽ 24 ആണ്. അതായത് ഇത്രയും ഭാഗം 18 ആയിരിക്കും. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 24 സെന്റിമീറ്റർ ആയിരിക്കും. ഇത്രയും നമുക്ക് തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്. സോ ഇത് നമുക്ക് ഈ ഒരു പോയിന്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ ഇത്രയും ഭാഗം റേഡിയസ് ആണ്. സെൻട്രൽ നിന്നും ഇത്രയും ഭാഗം എന്ത് തന്നെ റേഡിയസ് ആണ്. സോ നമ്മൾ അതിന് പേര് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിനിപ്പം M എന്ന് കൊടുക്കാം, ഈ ഒരു പോയിന്റിന് N എന്ന് കൊടുക്കുക. സോ നമ്മൾ അതിന് ജോമെട്രിയിൽ ഓൾറെഡി നമ്മൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. XY മൾട്ടിപ്ലൈഡ് വിത്ത് XZ ഈസ് ഈക്വൽ ടു MX മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിരിക്കും? ടോട്ടൽ ആയിരിക്കും. അതായത് XY XZ, അതുപോലെ തന്നെ MX NX. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ XY എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് ആണ്? 6 ആണ്. XZ എന്ന് പറഞ്ഞാൽ 24 ആണ്. ഈസ് ഈക്വൽ ടു MX എന്ന് പറയുന്നത് നമുക്കറിയില്ല. ടോട്ടൽ നമുക്കറിയാം 15 എന്ന് പറയുന്നത് OX ആണ്. സോ OXൽ നിന്ന് നമ്മൾ 6 മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പം 15 മൈനസ് 6. NX എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15 പ്ലസ് 6 ആയിരിക്കും. സോ നമുക്കറിയാം A പ്ലസ് ബിൻ്റെ A മൈനസ് ബി ആണ്. അതായത് 225 മൈനസ് R സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്. വിച്ച് ഇംപ്ലൈസ് R സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 81 ആയിരിക്കും. സോ R ഈസ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ ആയിരിക്കും. ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. y സ്ക്വയർ പ്ലസ് 1/y സ്ക്വയർ തന്നിട്ടുണ്ട്. നമ്മളോട് y ക്യൂബ് പ്ലസ് 1/y ക്യൂബ്. ഇത് നമുക്ക് yക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 2 കിട്ടും. അതുകൊണ്ട് തന്നെ yക്ക് 1 നമ്മൾ y ക്യൂബ് പ്ലസ് 1/y ക്യൂബ് കൊടുത്താൽ ആൻസർ 2 കിട്ടും. 2 തന്നെയാണ് ആൻസറും. പക്ഷെ yക്ക് നമ്മൾ -1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ നമുക്ക് കിട്ടുന്നത് -1 ഹോൾ സ്ക്വയർ 1 വരും. അപ്പോൾ ഇവിടെ 1 + 1. അപ്പോൾ y ക്യൂബ് അങ്ങനെ വരുമ്പോഴും എന്താണ്? ഓപ്ഷൻസ് ഇട്ട് കൊടുക്കുമ്പോൾ കാര്യമാണ് ഞാൻ പറഞ്ഞത്. -2 ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അതെ. അപ്പോൾ y പ്ലസ് 1/y ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 വന്നു കഴിഞ്ഞാൽ -2 ആയിരിക്കും. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? y സ്ക്വയർ പ്ലസ് 1/y സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ആണ്. രണ്ട് സൈഡിലും ഞാൻ 2 ആഡ് ചെയ്യാണ്. y സ്ക്വയർ പ്ലസ് 1/y സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 4 വരും. ഇതെന്ന് പറയുന്നത് y പ്ലസ് 1/y ദ ഹോൾ സ്ക്വയർ ആണ് ഈ 4 എന്ന് പറയുന്നത്. സോ y പ്ലസ് 1/y എന്ന് പറയുന്നത് 2 ആയിരിക്കും.
ഈ y ക്യൂബ് പ്ലസ് 1/y ക്യൂബ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ക്യൂബ് ചെയ്യുക. y ക്യൂബ് പ്ലസ് 1/y ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 2 വരും അല്ലേ, ഇസ് ഈക്വൽ ടു ക്യൂബ് 8 വരും. അതായത് y ക്യൂബ് പ്ലസ് 1/y ക്യൂബ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 6 എന്താണ് 2 വരും. ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. അതല്ല നമ്മൾ ഓൾജിബ്രയെ പഠിച്ചിട്ടുണ്ടായിരിക്കും y പ്ലസ് 1/y എന്ന് പറയുന്ന p ആണെങ്കിൽ y സ്ക്വയർ പ്ലസ് 1/y സ്ക്വയർ എന്ന് പറയുന്നത് p സ്ക്വയർ മൈനസ് 2 ആണ്. y ക്യൂബ് പ്ലസ് 1/y ക്യൂബ് എന്ന് പറഞ്ഞ p ക്യൂബ് മൈനസ് 3p ആണ്. ഡയറക്റ്റ്ലി നമുക്ക് അതിൽ നിന്നും ആൻസർ കണ്ടെത്താൻ പറ്റും, അല്ലാതെ ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. എയും ബിയും ഒരു ബിസിനസ്സിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എ 56 റുപ്പീസ് ബിക്ക് കൊടുക്കുകയാണെങ്കിൽ ബിക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ്? സോ എ ഈസ് ടു ബിയുടെ റേഷ്യോ നമുക്ക് എഴുതുവാണെങ്കിൽ 75:120, 00 ക്യാൻസൽ ചെയ്ത ശേഷമാണ് കേട്ടോ. 5 വരും, 24 വരും, 5:8 വരും. 5:8 നമുക്ക് ലഭിക്കും. പ്രോഫിറ്റ് നമുക്കറിയാം 1690. അപ്പോൾ എയുടെ ഒരു റേറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എക്ക് കിട്ടുന്ന എത്ര രൂപയായിരിക്കും? 5/18 മൾട്ടിപ്ലൈഡ് 1690. അപ്പോൾ 929 9 വരും. 9 8 72. 9 അല്ലല്ലോ, സോറി 9 അല്ലല്ലോ, 13 ആണ്. 5 പ്ലസ് 8 എന്ന് പറയുന്നത് 13. 1690. സോ എത്ര വരും? 650 വരും. അപ്പോൾ ബിക്ക് കിട്ടുന്ന എത്രയായിരിക്കും? ബാക്കി 166 4 1040 ആയിരിക്കും. അപ്പോൾ ഇതിനോട് കൂടി എത്ര ആഡ് ചെയ്യും? 56 റുപ്പീസ് ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1096 റുപ്പീസ് ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ആവറേജ് ഓഫ് 2 നമ്പേഴ്സ് 42, അതായത് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 84 ടോട്ടൽ എന്ന് പറഞ്ഞാൽ. എ ഈസ് ടു ബി എന്ന് പറഞ്ഞ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3:4. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. സോ 3x 4x ആയിരിക്കും. സോ 7x എന്ന് പറഞ്ഞാൽ 84 ആണ്. 12 കിട്ടും. അതായത് എ എന്ന് പറയുന്ന നമ്പർ എത്രയായിരിക്കും? 36 ആയിരിക്കും. ബി എന്ന് പറയുന്ന നമ്പർ 48 ആയിരിക്കും. സോ ഇവരുടെ നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. എ മൈനസ് 72 ബൈ എ ഇസ് ഈക്വൽ ടു 6. അതായത് എ സ്ക്വയർ മൈനസ് 72 എന്ന് പറയുന്നത് 6a ആയിരിക്കും. അല്ലെങ്കിൽ എ ബ്രാക്കറ്റ് എ മൈനസ് 6 എന്ന് പറയുന്നത് 72 ആണ്, 7a അല്ല. ഓക്കെ, 72 ഇസ് ഈക്വൽ ടു 72 ആയിരിക്കും. സോ നമുക്കറിയാം എ എന്ന് പറയുന്നത് 12 ആയിരിക്കും. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12/2 പ്ലസ് 24/12 എന്ന് പറയുമ്പോൾ 6 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. DA ക്വസ്റ്റ്യൻ ആണ്. ഏത് ഡേ ആണ് ഈ ഷുഗറും ഫ്ലോറും തമ്മിലുള്ള എന്താ പറയുക ക്വാണ്ടിറ്റിയിലെ ഡിഫറൻസ് മിനിമം എന്താണ്? ഇപ്പം ട്യൂസ്ഡേ നമ്മൾ എടുക്കുകയാണെങ്കിൽ ട്യൂസ്ഡേ ഡിഫറൻസ് 300 മൈനസ് 195 വരും. അതായത് 100 വരുമ്പം 105 വരും. ഓക്കെ, ഫ്രൈഡേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരും? 45 വരും. വെനസ്ഡേ എടുക്കുകയാണെങ്കിൽ 75 വരും. അതുപോലെ തന്നെ മൺഡേ എടുക്കുകയാണെങ്കിൽ 180 90 വരും. സോ ഏതാണ് മിനിമം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ഫ്രൈഡേ ആയിരിക്കും. ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ റേഷ്യോ തന്നിട്ടുണ്ട്. റെക്ടാങ്കിൾ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്. അതായത് 2 ഇൻറ്റു 14x എന്ന് പറയുന്നത് 336 ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് 336/28 ആയിരിക്കും. 778 വരും. 74 വരും. ദാറ്റ് ഈസ് 12 വരും. സോ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ഇൻറ്റു 9 ഇൻറ്റു എക്സ് സ്ക്വയർ ആയിരിക്കും. 45 ഇൻറ്റു 144 ആയിരിക്കും. സോ 144 45 എന്ന് പറയുന്നത് 33 വരും. 8 2 വരും. 6, അതായത് 6480 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. യൂണിറ്റ് ഡിജിറ്റ് 76:1. അപ്പോൾ 6 ഏത് നമ്പർ വന്നാലും 6 തന്നെയാണ്. സോ അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3:521. അതായത് 3:4 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 4 1s 4 480 വരത്തില്ല. 4 1s 4 ഓക്കെ ഇത്രയും വരും മൾട്ടിപ്ലൈഡ് ചെയ്ത്. അപ്പോൾ ഇത്രയും ഭാഗം 1 ആയിരിക്കും. 3:4 എന്ന് പറയുന്നത് 981ൻ്റെ, അപ്പോൾ അത് 1 ആയിരിക്കും. ബാക്കി എത്ര വരും? 3 വരും. സോ മൾട്ടിപ്ലൈഡ് വിത്ത് 3 പ്ലസ് നെക്സ്റ്റ് 7:221 എന്ന് പറഞ്ഞാൽ 7:4 എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 49 × 49 എന്ന് പറയുമ്പോൾ അത് 81 പവർ. സോ ഇതെടുക്കുവാണെങ്കിൽ 55 വരും. 220 വരും. അവിടെ ഒരു 7 വരും. സോ 7 വരും. സോ 18 പ്ലസ് 7 വരും. അതായത് 25 വരും. സോ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് എ മൈനസ് ബി ഹോൾ ക്യൂബ്. നമുക്കറിയാം എ മൈനസ് ബി ക്യൂബ് എ ക്യൂബ്. എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ
a cube minus 3a square b plus 3ab square minus b cube. സോ അതുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a cube എന്ന് പറയുമ്പോൾ 27 a cube ആയി, പിന്നെ b cube എന്ന് പറയുമ്പോൾ 64 b cube ആയി, പിന്നെ minus 3a square. ഇതിനെ നമുക്ക് വേണമെങ്കിൽ a cube minus b cube minus 3ab into a minus b അങ്ങനെ എടുക്കാം. സോ അത് ചെയ്യുമ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. tan 3a വാല്യൂ cos 0, cos 0 1 ആണ്. അപ്പോൾ 3a വാല്യൂ 45 എന്ന് എടുത്താൽ a വാല്യൂ എത്രയായിരിക്കും? 15 ഡിഗ്രി ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് sin 2a മൈനസ് tan 3a എന്നാണ്. അതായത് sin 30 മൈനസ് tan 45. 1/2 മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരാൾ ഒരു ആർട്ടിക്കിൾ 8000 റുപ്പീസിന് വാങ്ങിച്ചു. സോ അതിന് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8000 റുപ്പീസ് ആണ്. അതിനുശേഷം മാർക്ക്ഡപ്പ് ചെയ്തു, ഈ പ്രൈസിനെ മാർക്ക്ഡപ്പ് ചെയ്തു. സോ മാർക്ക്ഡപ്പ് പ്രൈസ് എന്ന് പറയുന്നത് 8000ന്റെ എത്ര 20% ഇൻക്രീസ് ചെയ്യുന്നു. സോ 6/5 എന്ന് വരും. അതായത് 9600 റുപ്പീസ് ആയിരിക്കും മാർക്ക്ഡ് അപ്പ് ചെയ്ത പൈസ എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നു മാർക്കറ്റ് പ്രൈസിൽ. അതിന് സോൾഡ് ചെയ്യുന്നത് 7200 ആണ്. സോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 7200 ആയിരിക്കുമല്ലോ. സോ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്കൗണ്ട് എത്രയാണ്? 9600 മൈനസ് 7200 എന്ന് പറയുന്നത് 2400 ബൈ 9600 ഇൻറ്റു 100 ആയിരിക്കും. 25% ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. Dia purchased a watch on a certain cost and sold it for 3180 at loss of 820. So ഇതിന്റെ ഒരു കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3180 റുപ്പീസിന് വിറ്റു, അതിൽ ലോസ് ഉണ്ട് 820 എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3180 കൂടി 820 ആഡ് ചെയ്യുന്നതായിരിക്കുമല്ലോ. 4000 റുപ്പീസ് ആയിരിക്കും കോസ്റ്റ് പ്രൈസ്. സോ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലോസ് എത്രയാണ്? 820 ബൈ 4000 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 100 എത്ര വരും? 41/2, അതായത് 20.5% ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു 1 കിലോമീറ്റർ റേസിൽ എ ബിക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടർ 50 മീറ്റർ ആണ്. അതായത് A:B എന്ന് പറയുന്ന റേഷ്യോ എത്രയാണ്? 1 കിലോമീറ്റർ ആകുമ്പോൾ 1000 മീറ്റർ എ സഞ്ചരിച്ചു കഴിഞ്ഞാൽ 950 മീറ്റർ ആയിരിക്കും ആര് സഞ്ചരിക്കുന്നത്? ബി സഞ്ചരിക്കുന്നത്. അതായത് 50 മീറ്റർ സ്റ്റാർട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ B:C എന്ന് പറയുന്നത് 600 മീറ്റർ റേസ് ആണെങ്കിൽ ബി 600 മീറ്റർ റൺ ചെയ്യുവാണെങ്കിൽ സി എത്രയായിരിക്കും? 540 ആയിരിക്കും. സോ നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന എ സിനെ ബീറ്റ് ചെയ്യുന്നത് എത്ര മീറ്റേഴ്സിനാണ്? അത് 500 മീറ്റർ റേസിന്. സോ നമ്മൾ റേഷ്യോ എടുത്താൽ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് 20:19 വരും. താഴത്തെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ 10:9 വരും. സോ നമുക്ക് A:B:C റേഷ്യോ നോക്കാം. A:B:C. സോ ഈ രണ്ടിടത്ത് സെയിം ആക്കാൻ മേളിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 200, 190. താഴെയാണെങ്കിൽ 19 കൊണ്ട് ചെയ്യുമ്പം 171. സോ A:B:C റേഷ്യോ കിട്ടി. എയും സിയും തമ്മിലുള്ളതാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ലീഡ് എന്ന് പറയുന്നത് 29 മീറ്റർ ആണ്. ലീഡ് എന്ന് പറയുന്നത് ഇവിടെ ലീഡ് അല്ലെങ്കിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാലും. സോ ഇതിൽ നിന്ന് മനസ്സിലാവിടെ 200 മീറ്റർ റേസിൽ ലീഡ് എന്ന് പറഞ്ഞാൽ 29 മീറ്റർ ആണെങ്കിൽ 500 മീറ്ററിൽ എത്രയായിരിക്കും? 29/200 മൾട്ടിപ്ലൈഡ് വിത്ത് 500. സോ എത്ര വരും? 5 9s 45, 4 145/2 വരും. അതായത് 72.5 മീറ്റർ ആയിരിക്കും. സോ ഇതായിരിക്കും ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. Which of the following are examples of poly? പോളികൾ നമുക്കറിയാം n സൈഡഡ് ഫിഗർ ആണ്. സൈഡ്സ് ഉണ്ടായിരിക്കണം. സർക്കിളും ഓവലും ഒന്നും അല്ല, കൈറ്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ ആൻസർ എന്ന് പറയാം. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. എ ഒരു ജോലി ചെയ്യാൻ 18 ഡേയ്സ് എടുക്കുന്നു, ബി ഒരു ജോലി ചെയ്യാൻ 24 ഡേയ്സ് എടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നാണ്. സോ 18 24 എടുക്കുവാണെങ്കിൽ LCM 72, 4 വരും. എഫിഷ്യൻസി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 3 വരും. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് എത്രയാണ്? 72 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി 4 + 3 7 ആണ്. അതായത് 10 and 2/7 ഡേയ്സ് ആയിരിക്കും.
ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. 3 ഡിഫറെന്റ് റോഡ് ക്രോസിംഗ്സിലുള്ള ട്രാഫിക് ലൈറ്റ്സുകൾ ചേഞ്ച് ചെയ്യുന്നത് 12 സെക്കൻഡ്സ്, 15 സെക്കൻഡ്സ്, 18 സെക്കൻഡ്സ്, അതുപോലെ തന്നെ 27 സെക്കൻഡ്സ്. അവയെല്ലാം സൈമിൾട്ടേനിയസ്ലി ചേഞ്ച് ചെയ്യുന്ന ആദ്യമേ 1:15 AM നെക്സ്റ്റ് സൈമിൾട്ടേനിയസ്ലി ചേഞ്ച് ചെയ്യുന്ന ഏത് സമയമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഇതിന്റെ LCM എടുക്കുക. സോ 12 എന്ന് പറയുമ്പോൾ അതിന്റെ LCM അത് നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 × 2². അതുപോലെ 15 ആണെങ്കിൽ 3 × 5 വരും. 18 ആണെന്നുണ്ടെങ്കിൽ 3 × 6 വരും, അതായത് 3² × 2 വരും. 27 ആണെങ്കിലോ 3³ വരും. സോ ഇവയുടെ എല്ലാം കൂടെ LCM നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. LCM എടുക്കുകയാണെങ്കിൽ 3യുടെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 3³ എടുക്കാം. 3³ 2 ആണ് 2², അതുപോലെ തന്നെ 5, അതായത് 27 420 വരും, അതായത് 540 സെക്കൻഡ്സ് വരും. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ 9 മിനിറ്റ്സ്. 9 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 1:15 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 1:24 AM ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ തന്നിരിക്കുന്നു. ഹൈറ്റ് എന്ന് പറയുന്ന റേഡിയസിനേക്കാളും x സെന്റിമീറ്റർ കുറവാന്ന് പറയുന്നു. അതുപോലെ വോളിയമും തന്നിരിക്കുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്ന എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് 2πRh എന്ന് പറയുന്നതാണ്. അത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 396 തന്നിരിക്കുന്നു. സോ സിംപ്ലിഫൈ ചെയ്യുമ്പം 11 2 3 6 വരും, 4 9 വരും. അതായത് RH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 63 വരും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. 63 എന്ന് പറയുന്നത്. നെക്സ്റ്റ് വോളിയം ഓഫ് സിലിണ്ടർ തന്നിട്ടുണ്ട്. അത് πr²h ആണ്. 22/7 r²h എന്ന് പറയുന്നത് 3564 ആണ്. സോ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 11 2 11 3 33 22 4 2 162. സോ ഇവിടെ എത്ര വരും? r²h എന്ന് പറയുന്നത് 162 മൾട്ടിപ്ലൈഡ് വിത്ത് 7 വരും. സോ ഇത് നമുക്ക് RH എന്താണ്? മൾട്ടിപ്ലൈഡ് വിത്ത് 6 എന്ന് കൊടുക്കാമല്ലോ. 162 മൾട്ടിപ്ലൈഡ് വിത്ത് 7 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് R എന്ന് പറയുന്നത് എന്തായിരിക്കും? 162 മൾട്ടിപ്ലൈഡ് 7/RH എന്നതിന്റെ വാല്യൂ 63 ആണ് നമുക്കറിയാം. സോ 7 9 വരും, 9 1 18 വരും. സോ എത്രയാണ്? 18 സെന്റിമീറ്റർ ആയിരിക്കും റേഡിയസ് എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് 63/18 ആണ്. സോ 9 ആകുമ്പോൾ 7, 9 ആകുമ്പോൾ 2, 7/2 3.5. സോ R മൈനസ് H എന്ന് പറയുന്നത് എത്രയായിരിക്കും? 18 - 3.5 ആയിരിക്കും. 5 14.5 ആയിരിക്കും. സോ എക്സിന്റെ വാല്യൂ എത്രയാണ്? 14.5. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. A and B spend 60% and 75% of their income. സോ എയുടെയും ബിയുടെയും രണ്ടുപേരുടെ ഇൻകം എടുക്കുകയാണ്. ഇൻകം ഒരു 100x എന്ന് എടുത്തോളുക. സോറി, ഇൻകം 100x എയുടെ എടുത്തു, അതുപോലെ 100y ബിയുടെ എടുത്തു. ഇൻകം പറഞ്ഞിരിക്കുന്നത് സ്പെൻഡ് ചെയ്താണ്. സോ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 60% ഓഫ് എക്സും 75% ഓഫ് വൈയും എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സേവിങ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40x ആയിരിക്കും. താഴെയാണെങ്കിൽ 25y ആയിരിക്കും. ഈ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് സേവിങ്സ് ഓഫ് എ എന്ന് പറയുന്നത് 40, അതായത് 40x/25y എന്ന് പറയുന്നത് എന്തായിരിക്കും? 6/5 ആയിരിക്കും. 6/5 എങ്ങനെ? 20% കൂടുതലാണെന്നാണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 558. അതായത് x/y എന്ന് പറയുന്നത് 6/8 എന്ന് വരും, അതായത് 3/4 എന്ന് വരും റേഷ്യോ. സോ എയുടെ ഇൻകം എന്ന് പറയുന്നത് ബിയുടെ ഇൻകത്തിനേക്കാളും എത്ര പെർസെൻറ്റേജ് കുറവാണെന്നാണ്. അതായത് 1/4 മൾട്ടിപ്ലൈഡ് വിത്ത് 100 ആയിരിക്കും. ദാറ്റ് ഈസ് 25% ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു സ്റ്റോം ഒക്കെ വന്നു, അതിനുശേഷം ഒരു മരം മുറിഞ്ഞു വീണു. അപ്പോൾ ബ്രോക്കൺ പാർട്ട് ബെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രീ ആണ്. ട്രീയുടെ ഒരു ഫുൾ ട്രീയുടെ ഈ ഭാഗം വെച്ച് മുറിഞ്ഞു, ബെൻഡ് ചെയ്തു. അത് ബെൻഡ് ചെയ്ത് ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്തിട്ട് 30 ഡിഗ്രി ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫൂട്ടും അതുപോലെ തന്നെ അതിൻ്റെ ആ പോയിന്റ്, അതായത് എൻ പോയിന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 17 മീറ്റർ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹൈറ്റ് ഓഫ് ദ ട്രീ കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം, ഇപ്പം ഞാൻ ഈ
ബ്ലൂ വെച്ച് വരച്ചിരിക്കുന്ന ഈ ഭാഗം മാത്രമേ സാധാരണ രീതിയിൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, ഈ ഒരു ഹൈപ്പോഡിന്യൂസ് എടുക്കുവാണെങ്കിൽ ഹൈപ്പോഡിന്യൂസും ട്രീയുടെ ഹൈറ്റ് ആണ്. ട്രീയുടെ ഫുൾ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത്രയും ഭാഗം ട്രീ മറിഞ്ഞു വീണു അല്ല ബെൻഡ് ചെയ്തു എന്നുള്ളത്. അതുകൂടെ ആഡ് ചെയ്താൽ മാത്രമേ എന്ത് ഫോം ചെയ്യത്തുള്ളൂ, ഫുൾ ആ ട്രീയുടെ ഹൈറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കാര്യം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ഇത് tan 30 ആണ്. അതുകൊണ്ട് തന്നെ ഇത് 17/√3 ആയിരിക്കും. tan 30 17/√3 നമ്മൾ അങ്ങനെ നമ്മൾ 1/√3 റേഷ്യോ എടുത്താൽ 17/√3 ആണ്. ഈ sin 30 1/2 ആയതുകൊണ്ട് ഇത് എത്രയായിരിക്കും? 1 ഇതാണ്. സോ ഇത് 34/√3. സോ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 17/√3 പ്ലസ് 34/√3 ആയിരിക്കും. അതായത് മേളിലും താഴെ ഒരു 34 എടുത്തു കഴിഞ്ഞാൽ 3√3/3√3 9 വരും. 34 ഇവിടെ നമ്മൾ 34/2√3 പ്ലസ് 34/√3 34 എടുത്തു കഴിഞ്ഞാൽ √3 പ്ലസ് 3√3/2 ഇൻറ്റു 2 ഇൻറ്റു 3 6 വരും. സോ അതായത് 17√3 ഇത്രയാണ് മീറ്റർ ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ശ്രദ്ധിക്കണം, ആ രണ്ട് സൈഡും എടുക്കണം, എങ്കിലേ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ട്രീ കിട്ടത്തുള്ളൂ. Find the value of 6 multiplied with 8 divided by, so 8 into 2 16 plus 1/2 plus 1/2 that is equal to 6. ഇതായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമ്മൾ ജി ഒരു സെൻട്രോയിഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മീഡിയൻസ് കട്ട് ചെയ്യുന്നത്. സോ ക്യു യുവിൻ്റെ ലെങ്ത് ക്യു യു എന്ന് പറഞ്ഞാൽ 13.5, ആർ ടി എന്ന് പറഞ്ഞാൽ 27, പി എസ് എന്ന് പറഞ്ഞാൽ 36. 3 ലെങ്ത് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ഈ ക്യു ജി എസ് 90 ഡിഗ്രി ഞാൻ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജി എസ് ആറിൻ്റെ പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ജി എസ് ആറിൻ്റെ 3 സൈഡ്സ് കൺസിഡർ ചെയ്യും. ഇപ്പോൾ ജി ആർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രോയിഡ് ആണ്, 2:1 റേഷ്യോയിലായിരിക്കും. സോ 2/3 ഇൻറ്റു ടി ആർ എന്ന് പറഞ്ഞ ലെങ്ത് 27 ആണ്. സോ ഇത് എത്ര കിട്ടും? 18 സെൻറ്റിമീറ്റർ കിട്ടും. നെക്സ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ജി എസ് ആണ്. ജി എസ് എന്ന് പറഞ്ഞാൽ 1/3 മൾട്ടിപ്ലൈ എടുത്ത് പി എസ് എന്ന് പറഞ്ഞാൽ 36, അതായത് അത് 12 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് വേണ്ടത് എസ് ആർ ആണ്. അപ്പോൾ എസ് ആർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യു എസ് വേണം. ക്യു എസ് കിട്ടിക്കഴിഞ്ഞാൽ എസ് ആറും ക്യു എസും എന്താണ്? ഈക്വൽ ആണ്. കാരണം മീഡിയൻസ് ആണല്ലോ, സെയിം ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. സോ ക്യു എസ് കിട്ടണമെങ്കിൽ കൺസിഡർ ദ ട്രയാങ്കിൾ ക്യു ജി എസ്. അപ്പം അത് ഹൈപ്പോട്ടിന്യൂസ് ആണ് ക്യു എസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ക്യു ജി എന്ന് പറയുന്നത് നമുക്കറിയാം 2/3 ഇൻറ്റു ക്യു യു 13.5 ആണ്. 2 10 7, അതായത് 9 കിട്ടും. അതുപോലെ തന്നെ ജി എസ് എന്ന് പറയുന്നത് 1/3 ഇൻറ്റു പി എസ് എന്ന് 36, അതായത് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ 12ഉം 9ഉം വന്നു. അതിനർത്ഥം ക്യു എസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 25 ആയിരിക്കും. പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണല്ലോ. സോ അതിൽ നമുക്ക് എന്ത് ലഭിക്കും? എസ് ആർ എന്ന് പറയുന്നതും 25 സെൻറ്റിമീറ്റർ ആണ്, രണ്ട് സെയിം ആണ്. സോ പെരിമീറ്റർ എന്ന് പറയുന്നത് 3 സൈഡ് കൂടെ ആഡ് ചെയ്യണം. ഇത് 25 അല്ലല്ലോ, പൈതഗോറിയൻ ട്രിപ്ലറ്റ് 15 അല്ലേ? 9ഉം 12ഉം പിന്നെ നെക്സ്റ്റ് വരുന്നത് 15 ആണ്. സോ പെരിമീറ്റർ 13 + 15 ആയിരിക്കും 45 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. കോഡ് ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സീക്ക് സ്ക്വയർ ബി. ഇപ്പോൾ കോഡ് ബി എന്ന് പറയുന്നത് ബി എടുത്തു കഴിഞ്ഞാൽ ടാൻ ബി അപ്പോൾ എത്രയായിരിക്കും? 1/9 ആയിരിക്കും. സോ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് √82 ആണ്. പൈതഗോറിയൻ അപ്ലൈ. സീക്ക് സ്ക്വയർ ബി എന്ന് പറഞ്ഞാൽ സീക്ക് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ബിയുടെ റെസിപ്രോക്കൽ ആയിരിക്കും. അതായത് √82/9 സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 82/81 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇത്രയാണ് 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.